അദ്വൈതാനുഭൂതിയിലൂടെ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ എത്ര പേരുടെ ഉള്ളിൽ ആ ജ്ഞാനദീപം പ്രകാശിക്കുന്നുണ്ട്? ജ്ഞാനദീപം എന്താണ്? ആ ജ്ഞാനദീപം, ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല. ഞാനെന്ന് പറയുന്നത് ആ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപമാണെന്നുള്ള അറിവിലേക്ക് ഉണർന്ന് ആ അറിവ് നില ആരുടെ ഉള്ളിലാണോ പ്രകാശസ്വരൂപമായിട്ട് പ്രകാശിക്കുന്നത്, അതാണ് ജ്ഞാനദീപം. അത് പ്രകാശിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇരുട്ടിലാണ്. ഞാൻ ഭാവത്തിലാണ് നിങ്ങൾ കഴിയുന്നത് എങ്കിൽ നിങ്ങൾ ഇരുട്ടിൽ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നരകത്തിലാണ്. സ്വർഗവും നരകവും എവിടെയാണ് ഇരിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിൽ. എത്ര കാലത്തോളം നിങ്ങളെ ഞാൻ ഭാവത്തിൽ തന്നെയാണ് നിർത്തുന്നത്, അത്രയും കാലത്തോളം നിങ്ങൾ നരകത്തിൽ തന്നെയായിരിക്കും. എന്നാണോ നിങ്ങളുടെ ഉള്ളിൽ ആ ജ്ഞാനദീപം പ്രകാശിക്കുന്നത്, അന്ന് നിങ്ങൾ സ്വർഗത്തിലായിരിക്കും. ആ സ്വർഗമെന്ന് പറയുന്നതാണ് ജ്ഞാനദീപം. തന്നിലെ താൻ, ഈ നാമരൂപധാരിയായ ഞാനല്ല, എന്നിലെ യഥാർത്ഥ ഞാൻ, ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സാക്ഷി ചൈതന്യം, സർവാന്തര്യാമി, സർവരുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ സാക്ഷി ചൈതന്യം എന്ന് പറഞ്ഞാൽ ഈശ്വര ചൈതന്യം. ഇവിടെ ഈശ്വരൻ ഇരിക്കുന്നത് അതുതന്നെയാണ് ഈശ്വരൻ. നിങ്ങളുടെ ഉള്ളിലെ താൻ, തന്നിലെ താൻ, ആ സാക്ഷി ചൈതന്യം ഈശ്വരൻ. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ഏകമായ വസ്തു. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ സർവഭൂതാധിവാസഃ കർമാധ്യക്ഷഃ സാക്ഷി ചേത കേവലോ നിർഗുണശ്ച. അതാണ് തൻ്റെ ഉള്ളിൽ തന്നിലെ യഥാർത്ഥ സ്വരൂപമായിട്ടിരിക്കുന്നത്, തന്നിലെ യഥാർത്ഥ ഞാനായിട്ടിരിക്കുന്നത്. അതാണ് തന്നിലെ താൻ എന്നറിഞ്ഞ് ആ അറിവ് നിലയിൽ ആരുടെ ഉള്ളിലാണോ ആ പ്രകാശസ്വരൂപം, ആ അറിവ് നില സദാ ജ്വലിച്ച് നിൽക്കുന്നത്, അതാണ് ജ്ഞാനദീപത്തിൻ്റെ ജ്വലനം. എന്ത് ചിലവുണ്ട്? ഒരു ചിലവുമില്ലല്ലോ. ആർക്കും ഒരു പൈസ കൊടുക്കണ്ട. നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള മാറ്റം ആർക്കും നിസ്സാരമായിട്ട് തന്നെ അതിലേക്ക് ഉദ്ധരിപ്പിക്കാം. ആരുടെയും അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട കാര്യമില്ല. ഭർത്താവിൻ്റെ അനുവാദം വാങ്ങിക്കണ്ട, ഭാര്യയുടെ അനുവാദം വാങ്ങിക്കണ്ട. അനുവാദം വാങ്ങിക്കണമെന്നൊക്കെ വിചാരിച്ചാൽ അനുവാദം കിട്ടുകയില്ല. കാരണം അത്രമാത്രം സ്വാർത്ഥത ഉള്ളതാണ് ജീവിതം. എല്ലാവരും സ്വാർത്ഥരാണ്. പക്ഷേ നമ്മൾ അഭിനയിക്കുന്നു നിസ്വാർത്ഥരാണ് എന്ന മട്ടിൽ. ഭാര്യ ഭർത്താവിനോടും, ഭർത്താവ് ഭാര്യയോടും, അച്ഛൻ മക്കളോടും, അമ്മ മക്കളോടും, സഹോദരങ്ങളോടും ഒക്കെ നമ്മൾ നിസ്വാർത്ഥരായിട്ട് അഭിനയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ സ്വാർത്ഥത തന്നെയാണ് എല്ലാവരെയും മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് ആരുടെയെങ്കിലും അനുവാദം വാങ്ങിച്ചിട്ടാകാം ഈ
മാറ്റം തന്നിൽ വരുത്തേണ്ടത് എന്ന് ഒരാളും വിചാരിക്കരുത്. എപ്പോഴാണോ നിങ്ങൾക്കിത് മനസ്സിലാകുന്നത് അപ്പോൾ നിങ്ങൾ സ്വയം മാറിക്കോണം. ഒരുത്തരുടെയും അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട കാര്യമില്ല. ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്, തത് ത്വമസി, നീ അതാകുന്നു. നിൻ്റെ ഉള്ളിലിരിക്കുന്ന നിന്നിലെ യഥാർത്ഥ ഞാൻ, നിന്നിലെ താൻ നിങ്ങൾക്ക് ബോധിച്ചിട്ടുണ്ടെങ്കിൽ, ആ അറിവ് നിങ്ങൾക്ക് സ്വായത്തമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം പ്രഖ്യാപിക്കണം, ഐ ആം നോട്ട് ദിസ്, ഐ ആം ദാറ്റ്. അത് ചെയ്യുന്നില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. ചുമ്മാ കേട്ടതുകൊണ്ടൊന്നും കാര്യമില്ല. യു ഹാവ് ടു ചേഞ്ച് യുവർ സെൽഫ്. നിങ്ങൾ ആ നിലയിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിക്കണം. അതാണ് ഭഗവത്ഗീത ആവശ്യപ്പെടുന്നത്, ഉദ്ധരേതാത്മനാത്മാനം. അവനവൻ തന്നെ അവനവനെ ഉദ്ധരിപ്പിക്കണം. അല്ലാതെ ദിവസവും ഞായറാഴ്ച തോറും എവിടെ വന്ന് കേട്ടിട്ട് പോയതുകൊണ്ട് ഒരു ഉദ്ധാരണവും നടക്കില്ല. നിങ്ങൾ ആ മാറ്റം നിങ്ങളിൽ വരുത്തണം. വരുത്തിയിട്ടില്ലെങ്കിൽ നോ ബെനിഫിറ്റ്. ഇതിനൊരു ശ്രമത്തിൻ്റെയും ആവശ്യമില്ല. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ഒന്നും തടസ്സമല്ല. ബി വിത്ത് എവ്രിതിങ്. എങ്ങനെയാണോ നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ജീവിക്കാം. ഒരു മാറ്റവും വരുത്തണ്ട. പക്ഷേ ഇവിടെ മാറിയാൽ എല്ലാം മാറും. ഇവിടെ നിങ്ങളെ മാറ്റി പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത് ഞാൻ ഭാവത്തിലുള്ള പോക്കല്ല, താൻ ഭാവത്തിലുള്ള പോക്കായിരിക്കും. ഞാൻ ഭാവത്തിലുള്ള പോക്ക് എന്ന് പറയുന്നത് സ്വാർത്ഥതയോടുകൂടിയ പോക്കാണ്. താൻ ഭാവത്തിലുള്ള പോക്ക് എന്ന് പറയുന്നത് നിസ്വാർത്ഥമായ പോക്കാണ്. അവൻ പിന്നെ തന്നിലിരിക്കുന്ന തന്നെയാണ് എല്ലാവരിലും കാണുന്നത്. പട്ടിയിലും പൂച്ചയിലും ശത്രുവിലും മിത്രത്തിലും. അവിടെ ശത്രുവെന്നോ മിത്രമെന്നോ ഉള്ള യാതൊരു ഭേദവുമില്ല. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യൽസു അവിനശ്യന്ത്വം യഃ പശ്യതി സ പശ്യതി. അതിനെയാണ് കാണേണ്ടത്. ഒരു മനുഷ്യനെ കാണുമ്പോൾ എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം തന്നെയാണ് അവൻ്റെയും ഉള്ളിൽ, അവളുടെയും ഉള്ളിൽ. പിന്നെ ശത്രുവില്ല. നിങ്ങൾ എന്നാണോ നിങ്ങളിലെ ഞാനിൽ നിന്നും നിങ്ങളിലെ താനിലേക്ക് ഉദ്ധരിപ്പിക്കുന്നത്, ഉയർത്തുന്നത്, മാറ്റുന്നത്, അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് ശത്രുക്കളില്ല. എന്തുകൊണ്ടാണ് ശത്രുവില്ലാത്തത്? ശത്രുവിൻ്റെ ഉള്ളിലിരിക്കുന്നതും ഞാൻ തന്നെ. എൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ ആത്മചൈതന്യം തന്നെയാണ് ശത്രുവിൻ്റെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ആത്മചൈതന്യം എന്ന് പറയുന്നത് തെറ്റാണ്. അതുകൊണ്ടാണ് ബുദ്ധൻ ആത്മാവില്ല എന്ന് പറഞ്ഞത്. എൻ്റെ ഉള്ളിലിരിക്കുന്നതിനെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. ഈ ആത്മാവ് തന്നെയാണ് മറ്റവൻ്റെയും ഉള്ളിലിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ശരിയല്ല. അവൻ്റെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്നത് എന്ന് പറയുമ്പോൾ പരമാത്മാവാണ്. എന്നിലെ താൻ അത് പരമാത്മാവാണ്. ജീവാത്മഭാവത്തിലിരിക്കുമ്പോഴാണ് എന്നിലെ ഞാൻ അതെന്നിൽ മാത്രം. അതുകൊണ്ടാണ് ബുദ്ധൻ പറഞ്ഞത് ആത്മാവ് എന്ന് പറയുമ്പോൾ ഞാനുമായിട്ട് ചേർന്നാണ് വരുന്നത്. ആത്മാവ് പരമാത്മാവാണ്. അതുകൊണ്ട് ആത്മാവ് എന്ന് പറയുന്ന പദപ്രയോഗം ബുദ്ധൻ നടത്തിയിട്ടില്ല. അതുകൊണ്ട് ബുദ്ധൻ നിരീശ്വരവാദി എന്ന് ആളുകൾ കൽപ്പന ചെയ്തു, തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ബുദ്ധൻ നിരീശ്വരനല്ല, നിരീശ്വരവാദിയുമല്ല. ആത്മാവില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ബുദ്ധൻ ഞാനുമായിട്ട് ചേർച്ച ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾ ഞാനിൽ നിന്ന് താനിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഞാനില്ല, പിന്നെ ആത്മാവല്ല, പിന്നെ നിങ്ങൾ പരമാത്മാവാണ്. ആ ഈശ്വരനെയാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. തന്നിലെ താൻ ഭാവം, സാക്ഷി ചൈതന്യം, ഈശ്വര ചൈതന്യം,
പരമാത്മഭാവം, അതിനെ ആത്മാവെന്ന് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ബുദ്ധൻ ആത്മാവിനെ നിഷേധിച്ചത്. ഈ ആത്മാവ് തന്നെയാണ് മറ്റുള്ളവരിൽ കൂടിയും കടന്നു പോകുന്നത് എന്ന് പറയാൻ പാടില്ല. കാരണം എന്താ? ആത്മാവല്ല കടന്നു പോകുന്നത്, പരമാത്മാവാണ് കടന്നു പോകുന്നത്. ആത്മാവിന് കടന്നു പോകാൻ കഴിയില്ല. കാരണം എന്താ? ദാറ്റ് ഈസ് ലിമിറ്റഡ് ഓൺലി ഇൻ ദിസ് ബോഡി. ഈ ശരീരത്തിൽ മാത്രം ആത്മചൈതന്യം. ഈ ശരീരത്തിലെ അജ്ഞാനവുമായിട്ട് അവിദ്യയുമായിട്ട് ചേർന്നിരിക്കുന്നത് കൊണ്ട് അതിനെ ജീവാത്മാവ് എന്ന് പറയുന്നു. നമ്മൾ തിരിച്ചറിവിലൂടെ ആ ജീവാത്മഭാവത്തിൽ നിന്ന് തന്നെ വിടർത്തി തന്നിൽ തന്നെ ആ സാക്ഷിഭാവത്തിലിരിക്കുന്ന ആ ആത്മചൈതന്യം, പരമാത്മ ചൈതന്യമാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവിടെ ആത്മദീപം പ്രകാശിക്കുന്നു, പരമാത്മദീപം പ്രകാശിക്കുന്നു, ജ്ഞാനദീപം പ്രകാശിക്കുന്നു. ഇതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്, യജ്ഞാത്വാ നേഹ ഭൂയോ അന്യത് ജ്ഞാതവ്യമവശിഷ്യതേ. ഏതൊന്നിനെ അറിഞ്ഞാൽ പിന്നെ മറ്റൊന്നും അറിയേണ്ടതായിട്ടില്ലയോ, അതാണ് ഈ അറിവ്. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ പരമാത്മ ചൈതന്യത്തെ, ആ ഈശ്വര ചൈതന്യത്തെ തിരിച്ചറിഞ്ഞാൽ പിന്നെ ഒന്നും നിങ്ങൾക്കറിയേണ്ടതായിട്ടില്ല. എല്ലാം അറിയുന്നു. സർവജ്ഞനായി തീരുകയാണ്. ഈശ്വരൻ സർവജ്ഞൻ. നിങ്ങൾ ഈശ്വര പദത്തിലേക്ക് നിങ്ങളെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ സ്വയം ജീവഭാവത്തിൽ നിന്ന് ഈശ്വരഭാവത്തിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈശ്വരൻ സർവജ്ഞൻ. അതുകൊണ്ടാണ് പറയുന്നത് യജ്ഞാത്വാ നേഹ ന ഇഹ ഭൂയോ അന്യത്. മറ്റൊന്നും അറിയേണ്ടതായിട്ടില്ല. എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഏതിനെ അറിഞ്ഞാൽ? അറിയേണ്ടതിനെ അറിഞ്ഞാൽ. അറിയേണ്ടതെന്താണ്? എന്നിലിരിക്കുന്ന ആ പരമാത്മ ചൈതന്യം, ആ ഈശ്വര ചൈതന്യം. അതാണ് നമ്മളിവിടെ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അധ്യാത്മോപനിഷത്തിൽ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, ജ്ഞാത്വാ സ്വം പ്രത്യേകാത്മാനം ബുദ്ധിതദ് വൃത്തിസാക്ഷിണം സോഹമിത്തേ ഇത്യേവ സദ്വൃത്യ അനാത്മന്യാത്മമതിം ജഹി. അനാത്മന്യാത്മമതിം, അനാത്മനി ഞാൻ ഭാവം, അത് അനാത്മവിഷയമാണ്. ജഡ കാര്യങ്ങളിൽ അനാത്മവിഷയങ്ങൾ. ഞാനെന്ന് പറയുമ്പോൾ എൻ്റേതുകളെല്ലാം അവിടെ വന്നിരിക്കുകയാണ്. ആ എൻ്റേതുകളെല്ലാം ജഡവിഷയങ്ങളാണ്. അതാണ് അനാത്മവിഷയങ്ങൾ. ഞാനും പ്രതിബിംബമാണ്. അതുകൊണ്ട് സ്വജ്ഞദൃഷ്ട്യ, ജ്ഞാനദൃഷ്ട്യ, അറിവാകുന്ന ദൃഷ്ടിയിലൂടെ. ആ അറിവ് എങ്ങനെയാണ് കിട്ടുന്നത്? ഇതുപോലെയുള്ള സത്സംഗത്തിലൂടെ ആ അറിവിലേക്ക് ഉണർന്ന് ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല, ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, അതിനെ കാണാതെ കാണണം. കേട്ടാൽ മാത്രം പോരാ, നിങ്ങൾ കാണണം, കാണാതെ കാണണം. വൈദ്യുതിയെ കാണാതെ കാണുന്നത് പോലെ. ഫാൻ കറങ്ങുമ്പോൾ വൈദ്യുതി ഉണ്ട്. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. എങ്ങനെ കാണുന്നുണ്ട്? ഫാനിൻ്റെ കറക്കത്തിലൂടെ ഞാൻ കാണാതെ കാണുന്നുണ്ട്. വൈദ്യുതി ഉണ്ട് എന്ന് കാണാതെ കാണുന്നുണ്ട്. ആ കാണലെന്ന് പറയുന്നത് അറിയലാണ്. ആ കാണലെന്ന് പറയുന്നത് അറിയൽ. അതുപോലെ ഞാൻ ജീവഭാവത്തിൽ നിന്ന് ഈശ്വരഭാവത്തിലേക്ക് മാറുന്നു എന്ന് പറയുന്നത് അറിയലാണ്. ആ അറിയൽ എന്ന് പറയുന്നത് തന്നെയാണ് കാണൽ. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ നായരോ ഈഴവനോ നാടാരോ ഒന്നുമല്ല. പിന്നെ ജാതി നീതി കുല ഗോത്ര ദൂരകം
നാമരൂപ ഗുണദോഷവർജിതം. എന്താ? എന്നിലിരിക്കുന്ന ആ ഈശ്വര ചൈതന്യം, ആ സാക്ഷി ചൈതന്യം, അതിന് നാമവുമില്ല രൂപവുമില്ല എന്ന് പറയുമ്പോൾ അതാ പരബ്രഹ്മ സ്വരൂപത്തിലേക്ക് നമ്മൾ ഉയർത്തുകയാണ്. ഈശ്വരന് നമ്മൾ പല പേരുകളും കൽപ്പന ചെയ്തിട്ടുണ്ട്. മുരുകനെന്നും, അതൊക്കെ ദേവതകളുടെ രൂപത്തിലാണ്. ഈശ്വരന് രൂപമില്ല. ആ രൂപമില്ലാത്ത ഈശ്വരനെ നമ്മൾ പലതരത്തിലുള്ള ദേവതാരൂപത്തിൽ ആരാധിച്ചു വരുന്നതാണ് ഈ അമ്പലങ്ങളും വിഗ്രഹങ്ങളും എല്ലാം. അതൊക്കെ ആ അറിവിലേക്ക് ഉയരുന്നതിന് വേണ്ടിയിട്ടുള്ള ചവിട്ടുപടികൾ മാത്രമാണ്. അതൊന്നും തെറ്റല്ല. അവിടെ കിടന്ന് ജീവിതം അവസാനിപ്പിക്കരുത്. വിഗ്രഹത്തിൻ്റെ മൂട്ടിൽ കിടന്ന് ചത്തുപോകരുത്. അമ്പലത്തിൻ്റെ മൂട്ടിൽ കിടന്ന് ചത്തുപോകരുത്. ഒരു ദേവതയുടെയും മുമ്പിൽ കിടന്ന് ചത്തുപോകരുത്. ഒരു ദേവതയിലൂടെയും നിങ്ങൾക്ക് സാക്ഷാത്കാരം കിട്ടുകയില്ല. ദേവതയെ പ്രാപിക്കാം, വിഷ്ണുവിനെ പ്രാപിക്കാം, മുരുകനെ പ്രാപിക്കാം, കൃഷ്ണനെ പ്രാപിക്കാം. കൃഷ്ണനെ പ്രാപിച്ചാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടില്ല. അതുകൊണ്ടാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ വ്യക്തമായിട്ട് പറയുന്നത്, അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത, ഞാൻ ആത്മചൈതന്യമാകുന്നു. എന്നെ നിങ്ങൾ ഓടക്കുഴലും വായിച്ച് നടക്കുന്ന കൃഷ്ണനായിട്ട് ഭജിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ പ്രാപിക്കൂ, കൃഷ്ണനെ പ്രാപിക്കൂ. കൃഷ്ണനെ പ്രാപിച്ചാൽ സാക്ഷാത്കാരമാവില്ല. പിന്നെ ഞാൻ എല്ലാ ശരീരത്തിൽ കൂടിയും കടന്നു പോകുന്ന, അവിടെ ആത്മാവ് എന്ന് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നതിന് ഏതർത്ഥത്തിലെടുക്കണം? പരമാത്മാവ് എന്ന അർത്ഥത്തിലാണ് എടുക്കേണ്ടത്. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. ആ ആത്മചൈതന്യമാണ് ഞാൻ എന്ന് കൃഷ്ണൻ പറയുമ്പോൾ ആ ആത്മചൈതന്യത്തെ പരമാത്മ ചൈതന്യമായിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ കൃഷ്ണനെ ആരാധിക്കുമ്പോൾ നാമരൂപധാരിയായ കൃഷ്ണൻ എന്നുള്ള നിലയ്ക്കാണ് നിങ്ങൾ ആരാധിക്കുന്നത്, പൂജിക്കുന്നത്, ഭാവന ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് കൃഷ്ണപ്രാപ്തിയേ ഉണ്ടാവൂ. അതിലൂടെ സാക്ഷാത്കാരം കിട്ടുകയില്ല. സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി ജന്മമില്ലാത്ത നില, മരണമില്ലാത്ത നില, പുനർജനിക്കാതിരിക്കുന്ന അവസ്ഥ. പുനർജനിക്കാതിരിക്കണമെങ്കിൽ മരിക്കാതിരിക്കണം. മരിക്കാതിരിക്കണമെങ്കിൽ ഞാൻ മരണസ്വഭാവമുള്ള ഈ ജീവനല്ല, ഞാനല്ല, മരണസ്വഭാവമില്ലാത്ത എന്നിലെ ആ സാക്ഷി ചൈതന്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ ഭാവത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ മാറ്റണം. അപ്പോൾ നിങ്ങൾ മരണസ്വഭാവമുള്ള ഞാനിൽ നിന്നും മരണസ്വഭാവമില്ലാത്ത ആ സാക്ഷി ചൈതന്യത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. എപ്പോൾ? ജീവിച്ചിരിക്കുമ്പോൾ, ജാഗ്രത അവസ്ഥയിൽ ഇത് നിങ്ങളിൽ സംഭവിപ്പിക്കണം. എന്താ പാട്? ഒരു പാടുമില്ലല്ലോ. ഇതെല്ലാം അറിവിലൂടെ ഉണ്ടാകേണ്ട സ്ഥിതിയാണ്. അറിവിലൂടെ ഉണ്ടാകേണ്ട സ്ഥിതി. ഒന്നും കാണാതെ പഠിക്കാനല്ല. മീൻ കൂട്ടിയാൽ കൊഴിഞ്ഞു പോകുന്നതല്ല, ഇറച്ചി കൂട്ടിയാൽ കൊഴിഞ്ഞു പോകുന്നതല്ല. അറിവാണിത്. നിങ്ങളുടെ ലൗകിക ജീവിതത്തിലുള്ള കർമ്മങ്ങളിലൂടെ ഒന്നും
കൊഴിഞ്ഞു പോകുന്നതല്ല ഈ അറിവ്. ഈ അറിവെന്ന് പറയുന്നത് ശ്രദ്ധാപൂർവം. അതാണ് ശ്രദ്ധാവാൻ ബലവാൻ ഭവതി യോ യഃ ശ്രദ്ധഃ സ ഏവ സഃ. ശ്രദ്ധയുള്ളവൻ, ഈ കേൾക്കുന്ന കാര്യത്തിൽ ആരുടെ ശ്രദ്ധയാണോ ഉണരുന്നത്, അവൻ ബലമുള്ളവനായിത്തീരും. സദാ ആ ഭാവം തന്നെ. യച്ഛിന്തയസി തദ്ഭവസി. ഏത് ചിന്തയാണോ നിങ്ങളിലുള്ളത്, നിങ്ങൾ അതായിത്തീരുന്നു. ഞാൻ ആ സാക്ഷി ചൈതന്യമാകുന്നു എന്ന ചിന്തയാണ് നിങ്ങളിൽ സദാ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ആ സാക്ഷി ചൈതന്യമായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. ഇനി വേറെ മാർഗമൊന്നുമില്ല. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ സ്വയം ആ മാറ്റത്തിലേക്ക് നിങ്ങൾ സ്വയം ഉയരണം. യു ഹാവ് ടു ലിഫ്റ്റ് യുവർ സെൽഫ്. എനിക്ക് നിങ്ങളെ ഉയർത്താൻ കഴിയില്ല. നിങ്ങൾ തന്നെ നിങ്ങളെ ഉയർത്തണം. അതിനു വേണ്ടിയിട്ട് അധ്വാനമൊന്നുമില്ല. ഭാവം യദ്ഭാവോ തദ്ഭവതു. ഈ നാമരൂപധാരിയായ കുട്ടപ്പനല്ല ഞാൻ, ഗോപാലകൃഷ്ണനല്ല ഞാൻ, ഔസേപ്പല്ല ഞാൻ, നായരോ നാടാരോ ഈഴവനോ ഒന്നുമല്ല ഞാൻ, ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ഒന്നുമല്ല ഞാൻ. നോക്കൂ, ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും ഒരേപോലെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉയരാനുള്ള മാർഗമാണ് സനാതനധർമ്മം വിളംബരം ചെയ്യുന്നത്. ആരെയും മാറ്റി നിർത്തുന്നില്ല. വെദർ യു ആർ എ ഹിന്ദു, ആർ എ ക്രിസ്ത്യൻ, ആർ എ മുസൽമാൻ, എല്ലാവർക്കും വേണ്ടിയാണിത്. സനാതനധർമ്മം എല്ലാവർക്കും വേണ്ടിയാണ്. അത് മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല, പട്ടിക്കും പൂച്ചയ്ക്കും എല്ലാത്തിനും വേണ്ടിയാണ്. അവർക്ക് കുറച്ചുകൂടെ സമയം പിടിക്കും. ഈ പട്ടിയുടെ ശരീരത്തിൽ നിന്ന് മാറണം, മനുഷ്യ ശരീരത്തിലേക്ക് വരണം. ഇറ്റ് വിൽ ടേക്ക് ടൈം. നമ്മളെല്ലാം മനുഷ്യ ശരീരത്തിൽ വന്നു കഴിഞ്ഞു. ഇനി അടുത്തത് പട്ടിയുടെ ശരീരത്തിലേക്കാകാം, പൂച്ചയുടെ ശരീരത്തിലേക്കാം, എലിയുടെ ശരീരത്തിലേക്കാം, ഏതിലേക്കും പോകാം. അതെല്ലാം പ്രാരബ്ധാനുസാരം. നമ്മുടെ ഇപ്പോഴത്തെ കാലാവധി അനുവദിച്ചിരിക്കുന്നത് തീരുന്ന സമയത്ത് ഉണങ്ങിയ മടൽ അടർന്നു വീഴുന്നത് പോലെ ഈ ശരീരം അടർന്നു വീഴും. അടർന്നു വീഴുന്നതിന് മുൻപ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ഉൾക്കൊണ്ട് ഏതൊരാളാണോ ഈ ശരീരത്തിൽ വെച്ച് ജാഗ്രത അവസ്ഥയിൽ തൻ്റെ നില തന്നിലെ താനിൽ ഭദ്രമാക്കുന്നത്, അവൻ മരണമില്ലാത്തവനായിത്തീരും. ഉറപ്പ്. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല. ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സാക്ഷി ചൈതന്യമാണ് എന്ന അറിവിലേക്ക്, എന്ന അറിവ് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പറയുന്നവൻ്റെ പ്രാപ്തിയില്ലായ്മ അല്ലേ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ മനസ്സിലാക്കി തരാനുള്ള പ്രാപ്തിയില്ലാത്തവൻ കുത്തിയിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നേ ഉള്ളൂ അർത്ഥം. കാരണം എല്ലാവർക്കും ഗ്രഹിക്കാനുള്ള പ്രാപ്തിയുണ്ട്. എല്ലാവർക്കും. നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ട ആളായാലും ശരി, ഏത് മതത്തിൽപ്പെട്ട ആളായാലും ശരി, ഏത് നിലവാരത്തിൽ ജീവിക്കുന്ന ആളായാലും ശരി, ഈ കേൾക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള പ്രാപ്തി എല്ലാവരിലും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കത് ഗ്രഹിക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം. പിന്നെ ആ ഗ്രഹണം
എത്രമാത്രം സ്വായത്തമാക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ വകുപ്പ് ഇരിക്കുന്നത്. നിങ്ങൾ എത്രമാത്രം തൻ്റേതാക്കി മാറ്റുന്നു, അസിമിലേറ്റ് ചെയ്യുന്നുണ്ട്, തന്നിൽ അതിനെ നടപ്പിൽ വരുത്തുന്നുണ്ട്. കേൾക്കുമ്പോഴൊക്കെ കൊള്ളാം കൊള്ളാം. മരണമില്ലാത്ത അവസ്ഥ നോക്കൂ, ആലോചിച്ച് നോക്കൂ. മരണമില്ലാത്ത അവസ്ഥ. ഓരോ മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോഴും ഓരോ മരണം കാണുമ്പോഴും നിങ്ങൾ സ്വയം വിചാരം ചെയ്തു കൊള്ളണം, നാളെ ഞാനും ഇതുപോലെ കണ്ണും തള്ളി നാക്കും തള്ളി ഇങ്ങനെ കിടക്കേണ്ടവളാണ്, കിടക്കേണ്ടി വരും. കിടക്കുന്നതിന് മുൻപ് ആ കിടക്കുന്നത് ജഡമായ ശരീരം, ഈ ജഡമായ ശരീരമല്ല ഞാൻ. ഈ ജഡമായ ശരീരത്തിനകത്തിരിക്കുന്ന ആ സാക്ഷി സ്വരൂപമാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം, എന്നിലെ യഥാർത്ഥ ഞാനെന്ന് ജാഗ്രത അവസ്ഥയിൽ തിരിച്ചറിഞ്ഞ് ആ അറിവ് നിലയിൽ തന്നെ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ ഈ ശരീരത്തിൽ, ജഡമായ ഈ ശരീരത്തിൽ സദാ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്, സദാ അത് മംഗളസ്വരൂപമാണ്, ശിവം. ആ മന്ത്രം സദാ തന്നിൽ അങ്ങനെ ജ്വലിച്ചു നിൽക്കണം. ശിവോഹം 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 എന്ന് പറയുമ്പോൾ തന്നിലെ താൻ പ്രകാശിച്ച് നിൽക്കുന്നു, പ്രകാശം ചൊരിഞ്ഞു നിൽക്കുന്നു. ആ ജ്ഞാനദീപം കത്തി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കണം, കാണാൻ സാധിക്കണം. ശിവം എന്ന് പറയുമ്പോൾ, ശിവോഹം 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 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ തന്നിലെ ആ ജ്ഞാനദീപമായിട്ട് മാറണം. ധ്യാനിക്കുന്ന അവസരത്തിൽ നിങ്ങൾക്ക് ആ ജ്ഞാനദീപത്തെ ഭാവന ചെയ്യാം. തന്നിലെ താനാകുന്ന ആ ജ്ഞാനദീപം തൻ്റെ ഉള്ളിൽ, ഹൃദയത്തിൽ അങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്നതായിട്ട് ഭാവന ചെയ്ത് നിങ്ങൾക്ക് ആ ഭാവത്തിൽ അഗ്നിയായിട്ട് കാണണ്ട, ചന്ദ്രപ്രകാശം പോലെ ഭാവന ചെയ്യാം. ചന്ദ്രൻ്റെ പ്രകാശം പോലെ തന്നിൽ ആ ദീപം കത്തി നിൽക്കുന്നു, ജ്ഞാനദീപം കത്തി നിൽക്കുന്നതായിട്ട്. അങ്ങനെ പലതരത്തിലുള്ള അഭ്യാസങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ കയ്യിലൊരു കിടാവിളക്കുണ്ട്, 40 കൊല്ലമായിട്ട് ഞാൻ കൈകാര്യം ചെയ്യും. 40 കൊല്ലത്തിന് മേളിലായി. അപ്പോൾ പലതരത്തിലുള്ള അഭ്യാസങ്ങൾ ഞാൻ ഇത് വെച്ച് കാണിച്ചിട്ടുണ്ട്, കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കും ഒരു കിടാവിളക്ക് നിങ്ങളുടെ ഉള്ളിൽ നിലനിർത്താം, കിടാവിളക്കിൻ്റെ അധികാരികളാക്കി മാറ്റാം. ഇന്ന് മുതൽ ആ കിടാവിളക്കായിട്ട് എൻ്റെ ഉള്ളിൽ ഞാനിതാ നിർത്തിക്കഴിഞ്ഞു. തീരുമാനമെടുക്കണം. യെസ്, ശിവോഹം 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 എന്ന് പറയുമ്പോൾ ആ ദീപം നിങ്ങളുടെ ഉള്ളിൽ, ഹൃദയത്തിൽ അങ്ങനെ കത്തി നിൽക്കുന്നതായിട്ട് ഭാവന ചെയ്യണം. ചന്ദ്രികയാണ് അതിൽ നിന്ന് വരുന്നത്. കാരണം മറ്റത് ചൂടാണ്, ചന്ദ്രിക ആവുമ്പോൾ തണുപ്പാണ്, നല്ല നിലാവ് പോലെ ഉള്ള പ്രകാശം. ധ്യാനിക്കാനിരിക്കുന്ന അവസരത്തിൽ തൻ്റെ ഉള്ളിൽ ആ ദീപം കത്തി നിൽക്കുന്നതായിട്ട് ഭാവന ചെയ്ത് ആ ദീപത്തിൽ തന്നെ നമ്മൾ മനസ്സുകൊണ്ട് ശ്രദ്ധയെ നിലനിർത്തിയാൽ പെട്ടെന്ന് ധ്യാനം ഉറയ്ക്കും. എപ്പോഴും ആ ഭാവം നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചു നിൽക്കണം. ആ ഭാവം ആരിലാണോ പ്രകാശിച്ചു നിൽക്കുന്നത് അവൻ എവിടെയാണ്? സ്വർഗത്തിൽ. സ്വർഗം എന്ന് പറയുന്നത് ഈ ജഡമായ സ്വർഗത്തിലല്ല. നമ്മൾ സ്വർഗമെന്ന് പറയുന്നത് ജഡകാര്യമാണ്. ആ സ്വർഗമല്ല, ആധ്യാത്മികമായ ഉയർന്ന നിലയെയാണ് ഞാൻ ലക്ഷ്യമാക്കുന്നത്. സ്വർഗം എന്ന് പറയുമ്പോൾ തന്നിലെത്താൻ നിങ്ങൾക്ക് ഒരു കിടാവിളക്കായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ മുതൽ അതിനെ സ്ഥാപിക്കാം, ഭാവന ചെയ്യാം. കാണാതെ കാണാം, എപ്പോഴും കാണാം, എപ്പോഴും കാണണം. എണ്ണ ഒഴിക്കണ്ട. ഞാൻ എണ്ണ ഒഴിച്ച് ഊപ്പാട് വരികയാണ്.
കിടാവിളക്കിൽ. കിടാവിളക്കൊക്കെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ് ഭയങ്കര പാടാണ്. ഈ കിടാവിളക്കിന് എണ്ണ വേണ്ട, വിളക്ക് വേണ്ട, തുടയ്ക്കണ്ട, തിരി ഒരുക്കണ്ട, സദാ കത്തിക്കൊണ്ടിരിക്കും, സദാ കത്തിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ കിടാവിളക്ക് നിങ്ങളുടെ ഉള്ളിൽ സ്ഥാപിച്ചുകൂടാ? നിങ്ങൾ സ്ഥാപിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താകുന്നു? മരണമില്ലാത്തവനായിത്തീരും. ആ ഭാവം നിങ്ങളുടെ ഉള്ളിൽ സദാ ജ്വലിച്ചു നിൽക്കുകയാണെങ്കിൽ, മരണസമയത്തും ആ ഭാവം നിങ്ങളുടെ ഉള്ളിൽ ജ്വലിച്ചു നിൽക്കുകയാണെങ്കിൽ, ഈ ശരീരം നിങ്ങളിൽ നിന്ന് അടർന്നു പോകുന്നതല്ലാതെ നിങ്ങൾ മരിക്കുന്നില്ല. കാരണം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ പരമാത്മാവിലേക്ക്, ആ ആകുന്ന ദീപം കൊളുത്തി നിങ്ങളുടെ ശ്രദ്ധയെ അതുമായിട്ട് ഏകീഭവിപ്പിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് എന്നുള്ളത് പറയുകയാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ശ്രദ്ധയെ ആ ദീപവുമായിട്ട് ഏകീഭവിപ്പിച്ചു കഴിഞ്ഞു ജാഗ്രത അവസ്ഥയിൽ. പിന്നെ ആ മാറ്റം, അതിൽ നിന്ന് മാറ്റമില്ല. എപ്പോഴും ഊണിലും ഉറക്കത്തിലും ആ ദീപം കിടാവിളക്കാണ്. ആ ദീപം നിങ്ങളുടെ ഉള്ളിലുണ്ട് എപ്പോഴും 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 എപ്പോഴും. ഒരു ചെലവുമില്ലാതെ, ഒരധ്വാനവുമില്ലാതെ ഒരു കിടാവിളക്ക് വെറുതെ കിട്ടിക്കഴിഞ്ഞു എല്ലാവർക്കും. അത് സൂക്ഷിക്കാനുള്ള ചെലവ് പോലുമില്ല. പിന്നെ തൻ്റെ ഇടം വേണം, അതിനെ കൈകാര്യം ചെയ്യാനുള്ള തൻ്റെ ഇടം വേണം. എന്ന് പറഞ്ഞാൽ എന്തുവാണ് തൻ്റെ ഇടം എന്ന് പറയുന്നത്? ശ്രദ്ധ. യോ യശ്രദ്ധ സ ഏവ സഹ, അവനതായിത്തീരുന്നു. നിങ്ങൾക്ക് മരണമില്ലാത്ത നില, അതാണ് മോക്ഷം. ഇത് കേൾക്കുന്നത് ജ്ഞാനം. ആ കേട്ട ജ്ഞാനം യോഗത്തിൽ വന്നു ചേരണം. അതാണ് യോഗം. ജ്ഞാനം കൊണ്ട് മോക്ഷം കിട്ടുകയില്ല. ജ്ഞാനം കൊണ്ട് അറിയലേ നടക്കൂ. അത് അനുഭവതലത്തിൽ എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? യോഗത്തിലൂടെയാണ്. ആദ്യം ജ്ഞാനം, രണ്ടാമത് യോഗം. ജ്ഞാനവാസിഷ്ടത്തിൽ, ഗുരു ജ്ഞാനവാസിഷ്ടത്തിൽ പറയും, മോക്ഷസ്യ സാധനം ജ്ഞാനമാദ്യം വേദാന്തവാക്യജം. വേദാന്തത്തിൽ നിന്ന് ഉള്ള ആ വാക്യത്തിൻ്റെ പൊരുളായിട്ട് ജ്ഞാനമാദ്യം മോക്ഷസാധനം. അന്തിമം സാധനം യോഗ. തസ്മാത് യോഗം സമാശ്രയ. അന്തിമം സാധനം യോഗം. ആദ്യം ജ്ഞാനം, എന്താ? കേൾക്കുന്നത്, അറിയുന്നത്, ജ്ഞാനം. അത് ഇവിടെ നടന്നു. രണ്ടാമത്തെ യോഗം, അതും ഇവിടെ നടന്നു. രണ്ടാമത്തെ യോഗമെന്ന് പറയുന്നത് ആ ദീപം നിങ്ങളുടെ ഉള്ളിൽ സ്ഥാപിച്ച് നിങ്ങളുടെ ശ്രദ്ധയെ അതുമായിട്ട് യോജിപ്പിച്ചിരിക്കുന്നു. ആ യോജിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ സിമ്പലാണ് ശിവോഹം മന്ത്രം. ശിവോഹം, ശിവോഹം. സ്വാമി മന്ത്രം ജപിക്കാതിരിക്കണം, മറ്റത് ഭാവന ചെയ്താൽ മാത്രം പറയും. മതി 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 മന്ത്രം ചൊല്ലണമെന്നൊന്നുമില്ല. ചുവോകം ചുവോകം ഒന്ന് ചുമ്മാ ചൊല്ലിക്കൊണ്ടിരുന്നുകൊണ്ടൊരു പ്രയോജനമില്ല. നിങ്ങളുടെ ഉള്ളിൽ ആ ദീപം, എന്താ ദീപം? തന്നിലെ താനാകുന്ന ദീപം, തന്നിലെ യഥാർത്ഥ ഞാനാകുന്ന ദീപം. അതാരാ? ഈശ്വരൻ, പരമാത്മ ചൈതന്യം. അതാണ് ഇപ്പോൾ
എല്ലാവരുടെയും ഉള്ളിൽ കിടാവിളക്കായിട്ട് സ്ഥാപിച്ചു തന്നിരിക്കുന്നത്. ഇനി അതിനെ നിങ്ങൾ അണയാൻ വിടരുത്. അണയാതെ അത് അണയുകയില്ല. നിങ്ങൾ അശ്രദ്ധയോടുകൂടിയിരിക്കരുത്. സദാ അതിനെ ഭാവന ചെയ്തുകൊണ്ടിരിക്കണം. ആ ഭാവന ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ അതുമായിട്ടുള്ള യോഗം നിങ്ങൾക്ക് സംഭവിക്കുകയുള്ളൂ. അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ അതുമായിട്ട് യോജിക്കുന്നില്ലെങ്കിൽ പ്രയോജനമില്ല. നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധ അതുമായിട്ട് യോജിക്കണം. പൈങ്കലോപനിഷത്തിൽ പറയും, സ്വജ്ഞദൃഷ്ട്യാ സ്വാത്മാനം യ പശ്യതി സോ അയം ഉപാധി വിനിർമുക്ത ഘടാകാശവത് സ്വമാത്രമവശിഷ്യതേ. സ്വജ്ഞദൃഷ്ട്യാ, ആ കിടാവിളക്കിനെ നിങ്ങൾ എങ്ങനെ കാണുന്നത്? നിങ്ങളുടെ ജ്ഞാനദൃഷ്ടിയാൽ. ജ്ഞദൃഷ്ടി, ജായും ജ്ഞായും ചേർത്തുള്ള ജ്ഞാനത്തിൻ്റെ ജ്ഞദൃഷ്ടി, ജ്ഞാനദൃഷ്ടി. ജ്ഞാനദൃഷ്ടിയാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഉള്ളിൽ സ്ഥാപിച്ച് കിട്ടിയിരിക്കുന്ന ആ കിടാവിളക്ക് ജ്വലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സ്വജ്ഞദൃഷ്ട്യാ സ്വാത്മാനം യപശ്യതി. സ്വാത്മാനം, അതാണ് തൻ്റെ ആത്മചൈതന്യം. തന്നിലെ ആത്മചൈതന്യം തന്നിലെ താനായിട്ട് തന്നിൽ പ്രകാശിച്ചു നിൽക്കുന്നു. ജ്ഞാനദീപം. സ്വജ്ഞദൃഷ്ട്യാ സ്വാത്മാനം യഹ് പശ്യതി. ആരാണോ അതിനെ കാണുന്നത് അവൻ എന്തായിത്തീരുന്നു? ഉപാധി വിനിർമുക്ത ഘടാകാശവത്. കുടത്തിനകത്തൊരാകാശം, കുടത്തിന് വെളിയിൽ ഒരാകാശം. കുടം ഉള്ളതുകൊണ്ട് കുടത്തിനകത്തിരിക്കുന്ന ആകാശത്തിനെ കുടാകാശം അല്ലെങ്കിൽ ഘടാകാശം എന്ന് പറയുന്നു. കുടത്തിന് വെളിയിലുള്ള ആകാശത്തിനെ മഹാകാശം എന്ന് പറയുന്നു. എന്നാൽ കുടമുള്ളിടത്തോളം കാലം കുടാകാശം മഹാകാശവും രണ്ടും രണ്ടായിട്ട് വേർതിരിച്ചിരിക്കുന്നതായിട്ട് അറിയപ്പെടുന്നു. എന്നാൽ വേർതിരിഞ്ഞിട്ടില്ല. ആ കുടം അടിച്ചുടച്ചാൽ കുടത്തിനകത്തിരിക്കുന്ന ആകാശം എങ്ങോട്ടും പോകുന്നില്ല. അത് മഹാകാശമായിട്ട് തന്നെ ഇരിക്കുന്നു. കുടാകാശം എന്ന പേരിൽ അതിരുന്നപ്പോഴും അത് മഹാകാശമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ കുടമുള്ളതുകൊണ്ട് ഘടാകാശം അല്ലെങ്കിൽ കൊടാകാശം എന്ന ഒരു പേര് കൂടി അതിന് ഉണ്ടായിരുന്നു. ഏതുപോലെ നിങ്ങൾക്ക് കുട്ടപ്പൻ, ഗോപാലകൃഷ്ണൻ, ഔസേപ്പ്, ബഷീർ എന്നൊക്കെ ഓരോ പേരുകളിരിക്കുന്നില്ലേ? കൊടാകാശം. ശരീരമാകുന്ന ഉപാധിക്കകത്ത് ആ ആത്മചൈതന്യം സ്വാഭാവികമായിട്ടിരിക്കുന്നു, കൊടാകാശം പോലെ. ഈ ശരീരം അങ്ങോട്ട് പോയാൽ കുടമുടഞ്ഞാൽ കുടത്തിനകത്തിരിക്കുന്ന ആകാശം ഏതു പ്രകാരമാണോ മഹാകാശമായിട്ട് മാറുന്നില്ല, മഹാകാശമാകുന്നത്, അതുപോലെ ശരീരമാകുന്ന ഉപാധി വിട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ആ പരമാത്മ ചൈതന്യമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നത്? ഉപാധി ഇല്ലാതാകുന്നതിന് മുൻപ്, കുടം ഉടയുന്നതിന് മുൻപ്, കുടം ഇരിക്കുമ്പോൾ തന്നെ ഈ കുടം ഉടഞ്ഞു കഴിഞ്ഞാൽ കുടത്തിനകത്തിരിക്കുന്ന ആകാശവും മഹാകാശവും ഒന്നും ചെയ്യാതെ ഒരു വ്യത്യാസവും കൂടാതെ ഏകമായിട്ടിരിക്കുന്നത് പോലെ കുടമുള്ളപ്പോഴും അറിവിലൂടെ കുടത്തിനകത്തിരിക്കുന്ന കൊടാകാശവും വെളിയിലുള്ള മഹാകാശവും ഏകം. കുടം ഉടയാതെ തന്നെ
അറിവിലൂടെ ആ അറിവിലേക്ക് ഉണരുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് കുടമുള്ളപ്പോഴും കൊടാകാശവും മഹാകാശവും ഏകമായിട്ടിരിക്കുന്നതായിട്ട് അനുഭവിക്കാൻ സാധിക്കും. അറിവിലൂടെ കുടം ഉടയാതെ തന്നെ. അതുപോലെ ശരീരമിരിക്കുമ്പോൾ തന്നെ ശരീരം വെടിയുന്നതിന് മുൻപ് ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആത്മാവ് തന്നെയാണ് പരമാത്മാവ് എന്ന അറിവിലേക്ക് നിങ്ങൾക്ക് ഉണരാൻ സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ, അതാണ് ആ ദീപം കൊളുത്തി വെച്ചു നമ്മൾ. ആ ദീപം ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു. പരമാത്മാവാകുന്ന ദീപം ഓരോരുത്തരുടെയും ഉള്ളിൽ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു. അതിനെ അണയാൻ വിടരുത്. സദാസമയവും അത് നിങ്ങളുടെ ഉള്ളിൽ ജ്വലിച്ചു തന്നെ നിൽക്കണം. ജ്ഞാനദീപം. ശിവോഹം 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 എന്ന മന്ത്രം നിങ്ങൾ ചൊല്ലുന്ന അവസരത്തിൽ ആ ദീപം നിങ്ങളുടെ ഉള്ളിൽ പ്രകാശിക്കുന്നതായിട്ട് നിങ്ങൾ ഭാവന ചെയ്യണം. കാണാതെ കാണണം, അതിനെ തന്നെ കാണണം. നിങ്ങൾ ജപിക്കാൻ ധ്യാനത്തിലിരിക്കുന്ന അവസരത്തിൽ അതിനെ തന്നെ ധ്യാനിക്കാം. മറ്റുള്ള എല്ലാ വിഷയങ്ങളും ദൂരെ കളഞ്ഞേക്കും. ധ്യാന വിഷയങ്ങളെല്ലാം നിങ്ങൾക്ക് കളയാം. ആ ദീപത്തെ, ജ്ഞാനദീപത്തെ നിങ്ങൾക്ക് മനസ്സിൽ ഭാവന ചെയ്ത് നിങ്ങളുടെ ശ്രദ്ധയെ അതിൽ നിലനിർത്തിക്കൊണ്ട് മറ്റെല്ലാ ചിന്തകളിൽ നിന്നും മാറി മനസ്സുകൊണ്ട് തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ദീപത്തെ തന്നെ ഭാവനയിലൂടെ കാണാതെ കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾ അതുമായിട്ട് ഏകീഭവിക്കും. സമാധി വരെ നിങ്ങൾക്കുണ്ടാകും. അതുമായിട്ട് ഏകീഭവിച്ചിരിക്കുന്ന നിലയാണ് സമാധി. ഏതൊരു വസ്തുവിനെയാണോ നിങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് അതുമായിട്ട് ഏകീഭവിക്കുന്ന നിലയാണ് സമാധി. ഒന്നും അറിയില്ല. ശരീരം ജഡം പോലെ ഇരിക്കും. വസ്തുവുമായിട്ട് ഏകീഭവിച്ചിരിക്കും. ആന്തരികമായിട്ട് നടക്കുന്നതാണ് സമാധി. ശരീരം ജഡമായിട്ടിരിക്കും. ചിലപ്പോൾ എത്രയോ ദിവസങ്ങൾ അങ്ങനെ ഇരുന്നെന്ന് വരാം. സമാധി അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക്. എനിക്ക് സമാധി ആദ്യമായിട്ടുണ്ടാകുന്നത് കടപ്പുറത്ത് വെച്ചാണ്. കോവളം കടപ്പുറത്ത്. ഇന്നത്തെ കോവളമല്ല, അന്ന് കോവളമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ കോവളവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് കോവളം ഉണ്ടായിട്ടില്ല. അവിടെ ഒരു കെട്ടിടവുമില്ല. ഒരു കെട്ടിടവും ഒരാളുമില്ല. വെറും പായൽ മാത്രം. അന്ന് ഞാൻ ഇരിക്കുന്നത് ഇന്നത്തെ ഹോട്ടലുണ്ടല്ലോ, പാലസ് ഹോട്ടൽ. ആ പാലസ് ഹോട്ടലിൻ്റെ അവിടെ ഒരു വലിയ കുളമുണ്ട്. ആ കുളത്തിൻ്റെ ചുറ്റും വടക്കേ ഇന്ത്യയിൽ നിന്ന് ഗോസായിമാർ ഒരുപാട് പേര് വരാറുണ്ട്. അവരുമായിട്ടുള്ള ചങ്ങാത്തത്തിലാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. അതിൻ്റെ തൊട്ട് കുറച്ചുകൂടെ നീങ്ങുമ്പോഴാണ് ഒടയാമ്പാഴി എന്ന് പറയുന്നത്. അത് പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധമുള്ള ഒരു ഗുഹാമാർഗമാണെന്നാണ് പറയുന്നത്. ഒടയാമ്പാഴി എന്നൊക്കെ പറയുന്നത്. അവിടെ പാണ്ഡവർ ഗുഹയൊക്കെ ഉണ്ട്. പാണ്ഡവർ ഗുഹ എന്ന് പറയുന്നത് ആ ലൈറ്റ് ഹൗസിൻ്റെ താഴെ. കോവളത്തൊരു ലൈറ്റ് ഹൗസ് ഇല്ലേ? ആ ലൈറ്റ് ഹൗസിൻ്റെ താഴെ ഇപ്പോൾ പാറക്കൂട്ടങ്ങളുണ്ട്. ആ പാറക്കൂട്ടങ്ങളുടെ ഉള്ളിലോട്ട് ഒരു 10-25 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു ഗുഹയുണ്ട്. അവിടെയൊക്കെ നമ്മുടെ താവളങ്ങളായിരുന്നു വളരെ പണ്ട്. 60-70 കാലഘട്ടങ്ങളിൽ. അന്ന് കോവളമൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ വച്ചാണ് ആദ്യത്തെ സമാധി അനുഭവിക്കാൻ സാധിച്ചത്. ഇതുപോലെ മണലിലിരുന്ന് അങ്ങനെ ഏകാഗ്രമായിട്ട് ധ്യാനിക്കുന്ന അവസരത്തിൽ ആ ഏകീഭാവം ഉണ്ടായി. ഏകീഭവിച്ചു. എത്ര നേരം ഇരുന്നെന്നൊന്നും അറിയില്ല. അവസാനം രാത്രിയായി, നേരം വെളുക്കാറായപ്പോഴാണ് ഉണർന്നത്. നോക്കിയപ്പോൾ വണ്ടിയുമില്ല, ഒന്നുമില്ല. പിന്നെ അവിടെ നിന്ന് ഇവിടെ മരം നടന്നു, തിരുവനന്തപുരം മരം നടന്നു. ശ്രദ്ധയുള്ളവർക്കെല്ലാം ആ നില ഉണ്ടാകും. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന
ആ തന്നിലെ താനാകുന്ന ആ പരമാത്മദീപം, ആ ജ്ഞാനദീപത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയെ നിലനിർത്താൻ കഴിഞ്ഞാൽ, ഏകാഗ്രമാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കും ആ സമാധി അനുഭവം ഉണ്ടാക്കാനൊക്കെ സാധിക്കും. അത് ഒരാളിൻ്റെ കുത്തകയൊന്നുമല്ല, സ്വാമിമാരുടെ കുത്തകയൊന്നുമല്ല. എല്ലാവർക്കും നമ്മൾ ഗൃഹസ്ഥന്മാർക്ക് പറ്റുമോ സ്വാമി? എന്തുകൊണ്ട് പറ്റുകയില്ല? എല്ലാവർക്കും ആരുടെ ശ്രദ്ധയാണോ ഏകാഗ്രമാകുന്നത്. അനന്യാചിന്തയെന്നോ മാം ജനാഹ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അനന്യാചിന്തയെന്തോ, അന്യവിഷയങ്ങളുടെ ചിന്തയില്ലാതെ ഏതൊരാളാണോ തൻ്റെ ഉള്ളിൽ കൊളുത്തി വച്ചിരിക്കുന്ന ആ കിടാവിളത്തിലേക്ക് തന്നെ ആരുടെ ശ്രദ്ധയാണോ സദാ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്, അവന് സമാധിയാകുന്ന ആ വൈഭവം ഞാൻ തരും. ഭഗവാന്റെ ഉറപ്പാണ്. അനന്യാചിന്തയന്തോ മാം ജനാഹ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം. എങ്ങനെയുള്ളവനായിരിക്കണം? സദാസമയത്തും അതുമായിട്ട് യുക്തമായ നിലയിലിരിക്കുന്നവൻ, യോജിച്ചിരിക്കുന്നവൻ, തൻ്റെ ഉള്ളിലെ ആ കിടാവിളക്കുമായിട്ട് സദാ യോഗത്തിലിരിക്കുന്നവൻ. ആ യോഗമെന്ന് പറയുന്നത് എന്താണ്? സദാ ഭാവനയിലിരിക്കുന്നവൻ. യദ്ഭാവോ തദ്ഭവതു. ഇതൊക്കെ അതിൻ്റെ പ്രായോഗിക അറിവുകളാണ്. വെറും വാചകമടി മാത്രമല്ല. നിങ്ങളെ ഇതുകൊണ്ട് എന്താ നിലയുണ്ടാകുന്നത്? മരണമില്ലാത്ത അവസ്ഥ. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ പരമാത്മ ചൈതന്യവുമായിട്ട് യോജിക്കുന്ന നിലയിലേക്ക് നിങ്ങളെ ഉയർത്തിയിട്ടുണ്ട് എങ്കിൽ അതാണ് ജീവൻ മുക്താവസ്ഥ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ മുക്തനായി. ആ അറിവ് നിലയിൽ നിന്ന് അണുവിട വ്യതിരിക്കാതെ എപ്പോഴും 24 മണിക്കൂറും ആ ഭാവത്തിലിരിക്കുമ്പോൾ നിങ്ങൾ ലൗകിക കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇടപെടാം. ഓൾ റൈറ്റ്, ബി വിത്ത് എവ്രിതിങ്. പക്ഷേ അതുമായിട്ട് യോജിച്ചിരിക്കുമ്പോഴും നിങ്ങളുടെ ശ്രദ്ധ ഇതിൽ തന്നെ ഉണ്ടായിരിക്കും. ഒരു പ്രസവിച്ച ഒരു സ്ത്രീ ഒരു വീട്ടു ജോലിക്കാരിയായിട്ട് വേറെ ഏതെങ്കിലും വീട്ടിൽ പോയി ജോലിക്ക് പോയാൽ അവൾ ആ വീട്ടിൽ ജോലി ചെയ്യുന്ന അവസരത്തിലെല്ലാം അവരുടെ ശ്രദ്ധ ഏതു പ്രകാരമാണോ, തൻ്റെ കുഞ്ഞ് എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ ആ ചിന്ത ഉണ്ടായിരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ കിടാവിളക്കിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഉണർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ചിന്ത പകുതി അവിടെ ആയിരിക്കും. അതിൽ നിങ്ങൾ മുറുകും തോറും പകുതിയല്ല മുക്കാലും അവിടെ തന്നെ ആയിരിക്കും. പൂർണ്ണമായിട്ടും അവിടെ തന്നെ ആയിരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ഞാൻ ഭാവത്തിലുള്ള കർമ്മങ്ങൾ യാന്ത്രികമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. പ്രാരബ്ധാനുസാരം. അവിടെ നിങ്ങളല്ല ചെയ്യുന്നത്. മഹാത്മാക്കളൊക്കെ വലിയ വലിയ ഗ്രന്ഥങ്ങളൊക്കെ എഴുതുന്ന അവസരത്തിൽ ഇത് ഞാനല്ല എഴുതിയത് എന്ന് പലരും പറയാറുണ്ട്. അത് ദൈവികം. വേദങ്ങൾ തന്നെ മനുഷ്യസൃഷ്ടമല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഭാവത്തിലിരുന്നെഴുതിയതല്ല. അവർ തന്നിലെ താൻ ഭാവത്തിലിരുന്നെഴുതിയതാണ്. അതാണ് അതിൻ്റെ അർത്ഥം. വേദങ്ങൾ മനുഷ്യ സൃഷ്ടിയല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അവർ ഞാൻ ഭാവത്തിലിരുന്നെഴുതിയതല്ല. വേദവ്യാസൻ എന്ന രൂപത്തിൽ ഇരുന്ന് എഴുതിയതല്ല. പിന്നെയോ വേദവ്യാസൻ
തന്നിലെ താനായിട്ടിരുന്ന് എഴുതിയതാണ്. തന്നിലെ താനായിട്ടിരുന്നപ്പോൾ താൻ അറിയാതെ ആ എഴുത്ത് തന്നിലൂടെ പ്രവഹിച്ചു. അവിടെ വേദവ്യാസൻ എന്ന് പറയുന്ന ഞാൻ ഇല്ലായിരുന്നു. പിന്നെ അവിടെ ആരാ ഉണ്ടായിരുന്നത്? വേദവ്യാസനിലെ താൻ, ആ പരമാത്മ ചൈതന്യം. ആ പരമാത്മ ചൈതന്യമായിട്ട് അദ്ദേഹം ആ ശരീരത്തിൽ ഇരുന്നപ്പോൾ ആ പരമാത്മ ചൈതന്യത്തിലൂടെ പ്രവഹിച്ചതാണ് ഈ വേദങ്ങൾ മുഴുവനും. അതാണ് അപൗരുഷേയം എന്ന് പറയുന്നത്. പുരുഷ സൃഷ്ടിയല്ല. പുരുഷ സൃഷ്ടിയല്ല എന്ന് പറയുന്നത് പുരുഷരൂപത്തിലുള്ള ഞാൻ എഴുതിയതല്ല. അതാണ് അതിൻ്റെ അർത്ഥം. അപൗരുഷേയം, താൻ ഭാവത്തിലിരുന്ന് എഴുതിയതാണ്. എല്ലാം അങ്ങനെ തന്നെയാണ്. ബൈബിളിൻ്റെ സൃഷ്ടിയും മുഹമ്മദിൻ്റെ പ്രവാചകത്വവും തുളസീദാസൻ്റെ രാമചരിതമാനസവും വാത്മീകിയുടെ രാമായണവും ഒക്കെ ഈ തരത്തിൽ താൻ ഭാവത്തിലിരുന്നു കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ മനുഷ്യ ശരീരത്തിൽ ജീവിക്കാൻ കിട്ടിയിരിക്കുന്ന അവസരത്തെ വളരെ ശ്രദ്ധാപൂർവം വിനിയോഗിച്ച് ജാഗ്രത അവസ്ഥയിലാണ് ഇത് സംഭവിപ്പിക്കേണ്ടത്. സ്വപ്നത്തിലൊന്നും ഇത് നടത്താൻ പറ്റില്ല. ജാഗ്രത അവസ്ഥയിൽ തിരിച്ചറിവോടുകൂടി മഹാദേവി ഭാഗവതത്തിൽ ഒരു മന്ത്രമുണ്ട്. ജനകൻ ശുകനോട് പറയുന്നത്, ത്വം തു ദുഃഖി സദൈവാസി ബദ്ധോഹമിതി ശങ്കയ ഇതി ശങ്കാം പരിത്യജ്യ സുഖീ ഭവ സമാഹിത. ശുകദേവനോട് ജനകൻ പറഞ്ഞതാണ്, നിന്റെ ദുഃഖത്തിന് കാരണം എന്താണ്? നീ എപ്പോഴും ത്വം തു ദുഃഖി സദൈവാസി, സദാ നീ ദുഃഖഭാവത്തിൽ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ബദ്ധോഹമിതി ശങ്കയ, ഞാൻ ബദ്ധനാണ് എന്നുള്ള ശങ്ക കാരണമാണ് നീ സദാ ദുഃഖത്തിൽ കഴിയുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും ഞാൻ ഭാവത്തിലാണ് കഴിയുന്നത് എങ്കിൽ നിങ്ങൾ ദുഃഖത്തിൽ തന്നെയാണ്. അതാണ് നമ്മൾ തുടങ്ങിയത്, നരകത്തിൽ. ഞാൻ ഭാവത്തിലാണ് നിങ്ങൾ കഴിയുന്നത് എങ്കിൽ നിങ്ങൾ ദുഃഖത്തിൽ തന്നെയാണ്, നരകത്തിൽ തന്നെയാണ്. ഇതി ശങ്കാം പരിത്യജ്യ, ഈ ശങ്കയെ ദൂരെ കളഞ്ഞിട്ട്, എങ്ങനെയാണ് ദൂരെ കളയുന്നത്? തിരിച്ചറിവിലൂടെ. ഈ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ ഭാവത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സാക്ഷി ചൈതന്യമാണ് തന്നിലെ യഥാർത്ഥ ഞാൻ എന്ന അറിവിലേക്ക് ഉണർന്നാൽ ആ ശങ്ക മുഴുവനും പോയില്ലേ. ഇതി ശങ്കാം പരിത്യജ്യ സുഖീ ഭവ, സുഖമായിട്ടിരിക്കുക. സ്വർഗതുല്യമായ ജീവിതം നയിക്കാൻ സാധിക്കും എല്ലാവർക്കും. ഈ ഞാനല്ല യഥാർത്ഥ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സാക്ഷി ചൈതന്യമാണ് എന്ന ഭാവത്തിലേക്ക് നിങ്ങളെ ഉയർത്തുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള ദുഃഖവും പിന്നെ അവശേഷിക്കുന്നില്ല. എല്ലാം മാറി, എല്ലാ ദുഃഖങ്ങളും മാറും. സ്വാമി, മറ്റേ ജപ്തി നടക്കാനുള്ള ദുഃഖം മാറുമോ സ്വാമി? വീട്ടിൽ ജപ്തി നടക്കാനിരിക്കുകയാണ്. അതെല്ലാം ലൗകികത്തിൽ നടക്കുന്ന സ്വപ്ന സമാനമായ കാര്യങ്ങളാണ്. ഒക്കെ ഒന്നും സത്യമല്ല. ഇതെല്ലാം കയറിൽ കാണുന്ന പാമ്പ് പോലെ. ഈ ലൗകികത്തിലെ ഞാനെന്ന് പറയുന്നത് കയറിൽ കാണുന്ന പാമ്പ് പോലെ. നിങ്ങൾ ആ ഞാനിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച് നിങ്ങളിലെ താനിലേക്ക് ഉയർത്തി
ആ കെടാവിളക്കിൽ നിങ്ങളുടെ ശ്രദ്ധ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിലുണ്ടാകുന്നതൊന്നും നിങ്ങളെ ബാധിക്കുകയേയില്ല. കാരണം നിങ്ങൾക്കറിയാം അതൊക്കെ ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്, ഉള്ളതേ അല്ല. കയറിൽ പാമ്പ് ഉണ്ടായിട്ടേയില്ല. എങ്കിലും ആ കണ്ടത് കയറാണെന്ന് അറിയാത്തിടത്തോളം കാലം അതിൽ പാമ്പിനെ കണ്ടുകൊണ്ടിരിക്കും. പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ചു ആദ്യം. ഒരിക്കലും ആ കയറിൽ പാമ്പ് ഉണ്ടായിട്ടേയില്ല. 3 കാലത്തിലും പാമ്പ് ഉണ്ടായിട്ടില്ല. 3 കാലം എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തിലും ഉണ്ടായിട്ടില്ല, വർത്തമാനകാലത്തിലും ഉണ്ടായിട്ടില്ല, ഭാവിയിലും ഉണ്ടായിട്ടില്ല. ആ ഉണ്ടായത് തെറ്റിദ്ധാരണ കൊണ്ടാണ്. അതുകൊണ്ട് ഈ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മുഴുവനും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ഇങ്ങനെ ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. ഞാൻ സത്യമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഞാനെന്ന് പറയുന്നത് സത്യമേ അല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഉള്ളതായിട്ടുള്ള തന്നിലെ യഥാർത്ഥ വസ്തുവിലേക്ക് നാം നമ്മെ ഉദ്ധരിപ്പിച്ച് അതിൽ നമ്മുടെ ശ്രദ്ധയെ നിലനിർത്തിയിട്ടുണ്ട് എങ്കിൽ അവനിൽ പ്രാരബ്ധാനുസാരം സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കും. അത് പ്രാരബ്ധാനുസാരം സംഭവിക്കുന്ന കർമ്മഫലങ്ങൾ, അതെല്ലാം ജപ്തി നടക്കേണ്ടതെല്ലാം പ്രാരബ്ധാനുസാരം സംഭവിക്കേണ്ടതായിട്ടുള്ളത്, അതൊന്നും നിങ്ങളെ ബാധിക്കുകയില്ല. താൻ ഭാവത്തിലേക്ക് ഉയർന്ന് അതിൽ സ്ഥിതി നേടിയിട്ടുള്ള ഒരാളിന് ഈ ജപ്തി പ്രാരബ്ധാനുസാരം നടന്നാലും അതൊന്നും ഇയാളെ ബാധിക്കുകയില്ല. എന്തുകൊണ്ട് ബാധിക്കുന്നില്ല? അറിവിലൂടെ അയാൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതൊന്നും ഉള്ളതേയല്ല, ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്, ഉള്ളതേയല്ല. എല്ലാം അതിനെയാണ് മായ എന്ന് പറയുന്നത്. നാരദൻ ഒരിക്കൽ ഇങ്ങനെ വിഷ്ണുവുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ വിഷ്ണുവിന് ദാഹം തോന്നി. അപ്പോൾ നാരദനോട് പറഞ്ഞു, നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാരദൻ വിഷ്ണുവിനോട് ചോദിച്ചു, ഭഗവാനെ ഈ മായ എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരണം, എനിക്ക് മറഞ്ഞൂടാ, മനസ്സിലായിട്ടില്ല ഇതുവരെ. മായയുടെ വൈഭവം എന്താണെന്നുള്ളത് അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. പറഞ്ഞ് മനസ്സിലാക്കി തരാം, എനിക്ക് ദാഹിക്കുന്നു, ഇവിടെ അടുത്തൊരു വെള്ളം കിടക്കുന്ന കുളമുണ്ട്, നീ അവിടെ പോയി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞ് നാരദനെ വെള്ളമെടുക്കാൻ പറഞ്ഞയച്ചു. നാരദൻ വെള്ളമെടുക്കാനായിട്ട് ഗുണഗുണാന്ന് നടന്നങ്ങ് പോയി. അവിടെ പോയപ്പോൾ കാണാം സുന്ദരിയായ ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നു. സുന്ദരിയായ ഒരു സ്ത്രീ കണ്ടപ്പോൾ നാരദൻ എല്ലാം മറന്നുപോയി. അവളെ കല്യാണം കഴിക്കണമെന്നുള്ള മോഹത്തോടു കൂടി അവളുടെ അടുത്ത് ചെന്ന് ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛൻ വരണം. അച്ഛൻ വന്നിട്ട് അച്ഛനുമായിട്ട് സംസാരിച്ച്, ആരെ കണ്ടാലും അത് നിന്നെ കല്യാണം കഴിച്ചേ നോക്കൂ. അച്ഛൻ വരുന്നത് കാത്തിരുന്നു, കല്യാണം കഴിച്ചു, ജീവിക്കാൻ തുടങ്ങി, മക്കളായി, 2-3 മക്കളായി, എത്രയോ മക്കളായി, മക്കളെ കല്യാണം കഴിപ്പിച്ചയച്ചു, മക്കൾക്ക് മക്കളായി, ഇതെല്ലാം നടന്നു. അപ്പോൾ നാരദന് പ്രായമായിരുന്നതിനിടയ്ക്ക് അവിടെ ഒരു വെള്ളപ്പൊക്കമുണ്ടായി, ഭാര്യയെ വെള്ളത്തിൽ വീണ് ചത്തുപോയി. നാരദനും വെള്ളത്തിൽ ഒഴുക്കിപ്പെട്ടിങ്ങനെ വഴിയിലിങ്ങനെ ചാകാറായി കിടക്കുന്ന അവസരത്തിൽ വിഷ്ണു അതുവഴി നടന്നു വന്നപ്പം, നീ ഇവിടെ കിടക്കുകയാണ്, വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞില്ലേ? അപ്പോഴാണ് നാരദൻ ഉണർന്നു നോക്കുന്നത്. ഉണർന്ന് നോക്കിയപ്പം ഇങ്ങനെ കാലും പറിച്ചിട്ടുകൊണ്ട് കിടക്കുകയാണ്. ഇതാണ് മായ. ഈ കുറച്ച് സമയത്തിനകത്ത് ഇയാൾ കല്യാണം കഴിച്ച് മക്കളുണ്ടായി, മക്കൾക്ക് മക്കളുണ്ടായി, ആ മക്കളുടെയും കല്യാണമൊക്കെ കഴിഞ്ഞു. ഇതെല്ലാം വെള്ളമെടുക്കാൻ വന്ന സമയത്തിനകത്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് തന്നെ സ്വപ്നം കാണുന്ന അവസരത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു സ്വപ്നത്തിൽ 1 മിനിറ്റ് നേരത്തെ സ്വപ്നത്തിൽ കല്യാണം കഴിഞ്ഞ് മക്കളുണ്ടായി, മക്കൾക്ക് മക്കളുണ്ടായി, മക്കളെയും കല്യാണം കഴിച്ച് ഒക്കെ സ്വപ്നം കണ്ടിട്ടില്ലേ? സത്യം. അതാണ് മായയുടെ വൈഭവം. അതുകൊണ്ട് അതൊക്കെ മായ,
ഉള്ളതായിട്ടുള്ളത് സത്യമായിട്ടുള്ള വസ്തു. ആ വസ്തുവാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്നത്. ആ കിടാവിളക്കിനെ നിങ്ങൾ ഓരോരുത്തരും കാത്തു സൂക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്മ വരട്ടെ. ഓ